അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങേണ്ട സമയമായിട്ടോ. വിശേഷങ്ങൾ വെച്ചാൽ എന്നുള്ള പോലെ തന്നെ വൈകുന്നേരത്തെ പണികളൊക്കെ തുടങ്ങാറായിട്ടോ. അപ്പോൾ ചുക്കുള്ള അടുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ വെക്കണേ. എന്താ പറയുക, വെള്ളമില്ല, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം കേട്ടോ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് ഈ ലൈൻ വെള്ളമൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്, കുറച്ച് അപ്പുറത്തെ വീടുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്നു കേട്ടോ. ഇനിയിപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാജേട്ടൻ വന്നിട്ട് പണി മാറ്റി വന്നിട്ടില്ല കേട്ടോ. ചോറിൻ്റെ കഴിഞ്ഞ് എന്നിട്ട് പുഴയിലേക്കൊന്ന് പോകാൻ വെച്ചിട്ടാട്ടോ. പുഴയുടെ അടുത്തുണ്ടാവുകൊണ്ട് നമുക്ക് വലിയൊരു സമാധാനമാണ്. തിരുമ്പലൊക്കെ അങ്ങനെ കഴിയും. അപ്പോൾ ഇന്ന് വരുമോയെന്ന് അറിയില്ല, അന്ന് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരാഴ്ച ആവാറായിരുന്നു കേട്ടോ വെള്ളം വന്നിട്ട്, ലൈൻ വെള്ളം. ഞാൻ തിരുമ്പാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പണി കൂടെ ഉണ്ട് കേട്ടോ. വണ്ടിയിലാകുമ്പോൾ നമുക്ക് ഏറ്റൊന്നും വേണ്ടല്ലോ, വെള്ളം കണ്ടൊന്നുമില്ല. പിന്നെ കുറേ വീടുകളുണ്ട്, അവർക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ ഉള്ളൊരു വീട്ടിലാണ് കേട്ടോ കുഴൽ കിണറുള്ളത്. എന്നാൽ പിന്നെ കുറച്ച് വെള്ളം കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ, മഴക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കുറേ പണികളുണ്ട്. ഇതുണ്ടോ, നമുക്ക് പട്ട കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒക്കെ ശരിയാക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. മഴ വരുമ്പോഴേക്ക് കുറേ ഓലക്കൂടി എടുത്ത് വയ്ക്കാനേ. എന്താ, നമ്മുടെ ഈ തക്കാളി കഴിഞ്ഞു കേട്ടോ. ചെടിയൊക്കെ പറ്റ ഉണങ്ങിയെണ്ണു ഇവിടെ ഉണ്ട്. കണ്ടോ, ചായ കുടിക്കാൻ കേട്ടോ. കട്ടൻ ചായ ഉണ്ട്. അപ്പോൾ മിക്സറും വരെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. എന്നിട്ട് ചായ കുടിക്കാനും പറ്റിയിട്ടില്ല. രാജേട്ടൻ വന്നിട്ടില്ല കേട്ടോ. 4:30 ആയിരുന്നു. അവരെങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ നോമ്പ് സമയം, അപ്പോൾ ഉള്ളവർക്കൊക്കെ നോമ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഒരുമിച്ച് അവർ നിർത്തുള്ളൂ കേട്ടോ. ഇപ്പം നേരെയാണെങ്കിൽ അപ്പോൾ വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. നല്ല ഇടങ്ങാറായിട്ടോ ഭക്ഷണം കഴിയുമ്പോൾ. ഈ വെയിലൊക്കെ അല്ലേ. വന്നിട്ട് വേണമെങ്കിൽ പുഴയ്ക്ക് പോകാൻ. ചോറ് വയ്ക്കണം. കറി ഞാനങ്ങനെ രാവിലെ എന്ത് ചെയ്തു, അപ്പുറത്തെ വീട്ടിൽ നമുക്ക് ചക്ക കിട്ടിയായിരുന്നു കേട്ടോ. ആ ചക്ക നമ്മൾ അപ്പുറത്തെ വെച്ചിട്ടില്ല, നമ്മുടെ വർക്കിൻ്റെ കുട്ടിയുണ്ട്, അവിടെ വന്നായിരുന്നു ഇന്നലെ. അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ. അപ്പോൾ മുരിങ്ങയുടെ താളിച്ചിട്ടുണ്ട്. ഇത് മീൻ എന്തെങ്കിലും ഇപ്പോൾ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടിട്ടുണ്ടാവും. പിന്നെ എന്തായാലും രാജേട്ടൻ വരട്ടെ. ഈ ചായയുടെ പണികളൊക്കെ കുറേ ഒരുക്കി വയ്ക്കും. ഇനി മുറ്റടിക്കാനുണ്ട്, അങ്ങനെയുള്ള പണികളൊക്കെ വെച്ചാൽ പുഴയിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ പണി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചായ കുടിക്കും കേട്ടോ. ഇപ്പം ഈ നോമ്പ് സീസൺ ആകുകൊണ്ടേ അങ്ങാടിയിൽ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. എണ്ണക്കറികളൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊക്കവടയാണ് വന്നിട്ടുള്ളത്. അത് ചൂടുള്ളത് ഫ്രഷായിട്ടുള്ള മീൻ ഉണ്ടോ, മത്തിയാണ് മീൻ. എന്തായാലും പുഴയ്ക്ക് പോകില്ല. അപ്പം മീനും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പൂവ വെച്ചിട്ടാണ്. എന്താ, പാല് ഇട്ടിട്ടുണ്ട്, പാല് കാച്ചിട്ടാണ്. അപ്പം റെഡി ആക്കി കേട്ടോ. മക്കളായി ചോറിന് അരി ഇട്ടു. മീനൊക്കെ നേരെയാക്കി വെച്ചു കേട്ടോ. മത്തിയൊന്നുമില്ല, നേരെയാക്കി വെച്ചു. അതിനിടയിൽ ഞാനേ വാർപ്പിൻ്റെ മേലുള്ള പച്ചക്കറി നോക്കുമ്പോൾ ഇന്നലെ മഴ പെയ്ച്ചിട്ടേ നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് വാടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മണ്ണിട്ടു, വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. 3-4 ചാക്കാട് മണ്ണ് നിറച്ച് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നിറച്ച് വെച്ചു. ഇനി വഴുതനയുടെയൊക്കെ ഉണ്ട് മുളച്ച് വന്നിട്ട്, അതൊന്ന് കുഴിച്ച് വെച്ചിട്ടാണ്. ഇനി പുഴയിലൊന്ന് പോകട്ടെ. അപ്പോഴേക്കന്നെ ചോറ് വേവുള്ളൂ. മക്കളുണ്ട് ഇവിടെ, നോക്കാൻ പറയാം, അപ്പോഴേക്കും തീയതിക്കാൻ പറയാൻ പറ്റും.
കണ്ടപ്പോഴേ പുഴയിൽ പോയി വന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കുളിക്കുകയും ചെയ്തു. കുളിക്കില്ല വെച്ച് പോയതേന്നു. പക്ഷെ വെള്ളം കണ്ടപ്പോഴേ ഞാൻ അവിടെ നിന്ന് കുളിച്ചു. ആരും പറഞ്ഞു പിന്നെ കൂടെ കൊണ്ടുവന്നു 6:30 കേട്ടോ. അപ്പം ഇനി വേഗം വിളക്ക് വയ്ക്കട്ടെ. വിളക്ക് വയ്ക്കാനുള്ള നോക്കട്ടെ. ഇനി ഇതിട്ടിട്ട് ഞാൻ കാണിക്കാം. അപ്പം ഇനി വിളക്ക് വയ്ക്കട്ടെ കേട്ടോ. അപ്പം അന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നടക്കാം.